കണ്ണൂരിൽ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. പഴകിയ ചിക്കൻ, മത്സ്യം, ബീഫ്, പൊറോട്ട തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് പിടിച്ചത്. എസ്എൻ പാർക്കിലെ കഫേ മൈസൂൺ, താവക്കരയിലെ ഫുഡ് വേ, കോയിലിക്ക് സമീപത്തെ ഹോട്ട്പോട്ട്, ബനാലെ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷ്യസാധനങ്ങൾ പിടിച്ചെടുത്തത്. വിവരങ്ങൾ നൽകാൻ മനോജ് മയിൽ ചേരുന്നു. മനോജ, കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണ് വിവരം? കണ്ണൂർ നഗരത്തിലെ 5 ഹോട്ടലുകളിൽ ആണ് ഇന്ന് കണ്ണൂർ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തിയത്. 4 ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടിയിട്ടുണ്ട്. അതും വലിയ തോതിലുള്ള പഴകിയ ഭക്ഷണമാണ് പിടികൂടിയിട്ടുള്ളത്. പ്രധാനമായും ചിക്കൻ, മത്സ്യം ഉൾപ്പെടെയുള്ള ഭക്ഷ്യ വസ്തുക്കളാണ് പിടികൂടിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോഴും നമ്മുടെ ഹോട്ടലുകൾക്ക് ഒരു തരത്തിലുള്ള കൂസലുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വൻ തോതിലുള്ള പഴകിയ ഭക്ഷണം. എന്തായാലും ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയതെന്നാണ് ഹെൽത്ത് സൂപ്പർവൈസർ പി ബൈജു വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മളൊപ്പം ഹെൽത്ത് സൂപ്പർവൈസർ പി ബൈജു ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തണമെന്നൊരു തീരുമാനത്തിലേക്ക് പോയതും എവിടെ നിന്നൊക്കെയാണ് ഈ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിലൊക്കെ ഈ ഭക്ഷണ സാധനം പിടിച്ചെടുത്തതാണ്. അതത് ഡിവിഷൻ തലത്തിലും സോണൽ തലത്തിലും പരിശോധനകൾ അതത് HIമാർ നടത്തുന്നുണ്ട്. അതിലൊക്കെ ഭക്ഷണ സാധനങ്ങൾ പിടിക്കുന്നുണ്ട്. എന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഭക്ഷണ സാധനങ്ങൾ കിട്ടിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓണത്തിന് നമ്മുടെ നഗരത്തിലെത്തുന്ന വിവിധ പ്രദേശങ്ങളിൽ, ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾ സുരക്ഷിതമായ ഭക്ഷണം അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ പരിശോധന അന്ന് മുതൽ തന്നെ തുടരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തിയിട്ടുണ്ട്, ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് സ്പെഷ്യൽ സ്ക്വാഡ് എന്ന രീതിയിൽ ഹെൽത്ത് നേരത്തെ തന്നെ സ്ക്വാഡ് രൂപീകരിച്ച് ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ള ഈ ഇപ്പോൾ കാണുന്ന 4-5 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. അതിൽ 4 സ്ഥാപനങ്ങളിൽ നിന്നും കൃത്യമായിട്ടും വളരെ കൂടിയ അളവിലുള്ള, അതായത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഞങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൽ മിക്കവാറും ഉള്ള ഐറ്റംസ് എല്ലാം നോൺ വെജ് ഐറ്റംസ് ആണ്. കൃത്യമായിട്ട് ബീഫുണ്ട്, ചിക്കനുണ്ട്, മട്ടനുണ്ട്, തന്തൂരി ചിക്കനുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, പഴകിയ എണ്ണയുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്, പിടിച്ചെടുത്ത സാധനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള ജനങ്ങൾ കാണണം. ഓരോ സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ആ സ്ഥാപനം ഈ പറയുന്ന പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കപ്പെട്ട അല്ലെങ്കിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണോ എന്ന് സ്വയം വിലയിരുത്തി വേണം ഭക്ഷണം കഴിക്കാൻ. എല്ലാവർക്കും സുരക്ഷിതമായ ഭക്ഷണം കിട്ടണം എന്നുള്ള ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പരിശോധന നടത്തിയിട്ടുള്ളത്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ എണ്ണയുടെ കാര്യം, അത് ഏത് രീതിയിലാണ് നമ്മുടെ ആരോഗ്യത്തെ ഏത് രീതിയിലാണ് ബാധിക്കുക? അതെ, ഒരിക്കലും പാകം ചെയ്ത എണ്ണ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നത് വഴിയാണ് നമുക്ക് ആയിട്ടുള്ള കൂടുതൽ രോഗങ്ങൾ വരുന്നതെന്നാണ് മെഡിക്കൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യും തോറും അതിനകത്ത് ആ ഭക്ഷണ സാധനത്തിലുള്ള പദാർത്ഥങ്ങളും എല്ലാം കൂടി എണ്ണയിൽ വരും. ആ എണ്ണ പിന്നെയും ചൂടായി വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. അതാണ് മെയിനായിട്ടും ഉള്ളത്. പഴകിയ എണ്ണ ഒരു കാരണവശാലും, അതായത് ഉപയോഗിച്ച എണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഫുഡ് സേഫ്റ്റി ഹോട്ട് പോട്ട് എന്ന സ്ഥലത്തു നിന്നാണോ ആ എണ്ണ? ഒഴി ഹോസ്പിറ്റലിനടുത്തുള്ള ഹോട്ട് പോട്ട് എന്ന ഹോട്ടലിൽ നിന്നാണ് ആ പഴകിയ എണ്ണ പിടിച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും അമിത കൊള്ള ലാഭം ലക്ഷ്യമാക്കി മാത്രം ഇത്തരത്തിലുള്ള ഈ കച്ചവടം നടത്തുന്ന ഹോട്ടലുകൾ നിങ്ങൾ ജീവൻ കൊണ്ട് പന്താടുകയാണ്. ഈ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ആളുകളുടെ SN പാർക്കിലെ കഫേ മൈസോൺ, താവക്കരയിലെ ഫുഡ് വേ, കോയിലിക്ക് സമീപത്തെ ഹോട്ട്പോട്ട് തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്നാണ് ഈ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു റെയ്ഡ് മുതൽ തന്നെ ആരോഗ്യ വിഭാഗം, നമുക്കറിയാം ഈ മത്സ്യമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് പൂപ്പൽ കെട്ടിയ നിലയിലുള്ള മത്സ്യമൊക്കെയാണ് ഓരോ ഹോട്ടലുകളിലും സൂക്ഷിച്ചിട്ടുള്ളത്. ഇതാണ് നമുക്ക് പിന്നെ ചൂടാക്കി കിട്ടുന്നത്. എന്തായാലും ഇറച്ചി ഐറ്റംസ് ആണ് ഇത് കൂടുതലായും ഈ പിടിച്ചെടുത്തവയിലുള്ളത്. വലിയ തോതിലുള്ള പഴകിയ ഭക്ഷണ ശേഖരമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുടരുകയാണ് ഈ കണ്ണൂർ നഗരത്തിലെ റെയ്ഡ്. അത് ഇപ്പോഴും തുടരുന്നു. എന്തായാലും കണ്ണൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ നിന്നാണ് ഇത്രയും പഴകിയ ഭക്ഷണം പിടികൂടിയിട്ടുള്ളത് എന്നത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. റെയ്ഡ് തുടരുമെന്നാണ് ഹെൽത്ത് വിഭാഗം പറയുന്നത്. എന്തായാലും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടലുകൾക്കെല്ലാം തന്നെ നോട്ടീസ് നൽകും. ഹെൽത്ത് സൂപ്പർവൈസർ പി ബൈജു, HIമാരായ ഹംസ, സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് ഈ പഴകിയ ഭക്ഷണം പിടികൂടിയിട്ടുള്ളത്. സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഏത് ഹോട്ടലുകളിലും ഏത് സമയത്തും പരിശോധന നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്പെഷ്യൽ സ്ക്വാഡിന് കോർപ്പറേഷൻ രൂപം നൽകിയിട്ടുള്ളത്. എന്തായാലും പഴകിയ ഭക്ഷണം പിടികൂടിയ ഹോട്ടലുകൾ ഹോട്ടൽ കഫേ മൈസോൺ, ഹോട്ടൽ ഫുഡ് ബേ,
ഹോട്ട് പോട്ട്, ബെനാലെ തുടങ്ങിയ ഹോട്ടലുകളിലാണ് ഈ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നൊക്കെ പഴകിയ ഭക്ഷണം പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അഞ്ജു, മനോജ്, ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഒട്ടുമിക്കതും നോൺ വെജ് സാധനങ്ങളാണ് ഇപ്പോൾ പിടിച്ചെടുത്തത്. അങ്ങനെയെങ്കിൽ ഈ പരിശോധനകളൊക്കെ വ്യാപിക്കുന്നു, തകൃതിയായി പരിശോധനകൾ നടക്കുന്നു. ഈ ഹോട്ടലുകളൊന്നും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്ന് തന്നെയല്ലേ വ്യക്തമാവുന്നത്? ഈ പരിശോധനയിൽ കണ്ടെത്തിയ ഈ ഭക്ഷണ സാധനങ്ങൾ, അതായത് നോൺ വെജ് ഐറ്റംസ് ആണ് കൂടുതലായും ഈ ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ എണ്ണ നമുക്ക് ഈ കാണാം, ഹോട്ട് പോട്ട് എന്ന സ്ഥലത്ത് വെച്ച് പിടിച്ച എണ്ണ, ആ എണ്ണ കാണാം. ഇത് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഹെൽത്ത് സൂപ്പർവൈസർ സൂചിപ്പിച്ചു. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള എണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്ത് കഴിക്കുമ്പോഴാണ് എന്നുള്ളത് എന്തായാലും അതീവ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. ഹോട്ടലുകൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ജനങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണ് നിങ്ങൾ കളിക്കുന്നത് എന്നത് ഓർമ്മിക്കുക. നിരവധി തവണ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നു, റെയ്ഡ് നടന്നു, പക്ഷേ അവർ പഠിക്കുന്നില്ല എന്നതിന്റെ സൂചന. ചെറിയ തുച്ഛമായ ലാഭത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ പഴയ ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകൾക്കെതിരെ അതിശക്തമായ നടപടി തന്നെ ഉണ്ടാകണം. ഇത്തരം ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് തന്നെയാണ് ഈ ആളുകളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ തോതിൽ ഈ കണ്ണൂർ കോർപ്പറേഷനിലെത്തുന്ന ആർക്കും മനസ്സിലാകും ഇത്രയും വലിയ രീതിയിൽ പഴകിയ ഭക്ഷണം ഹോട്ടലുകളിൽ ഉണ്ട് എന്നുള്ള കാര്യം. ഹോട്ടലുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുമുണ്ട്. ആ ഹോട്ടലുകൾ ക്ഷമിക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള പഴകിയ ഭക്ഷണം വിൽക്കുന്ന ഹോട്ടലുകൾക്കെതിരെ അതിശക്തമായ നടപടി തുടർന്നും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഹെൽത്ത് സൂപ്പർവൈസറും ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഓണവുമായി ബന്ധപ്പെട്ട് ധാരാളം പേർ കണ്ണൂരിന് പുറത്തു നിന്നുള്ള ആളുകളടക്കം നഗരത്തിലേക്ക് എത്തുന്നുണ്ട്. നഗരത്തിൽ തിരക്ക് വർദ്ധിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള ഹോട്ടലുകളുടെ പരിശോധന തുടരും എന്ന് തന്നെയാണ് കോർപ്പറേഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിശക്തമായ നടപടി ഇത്തരം ഹോട്ടലുകൾക്കെതിരെ സ്വീകരിക്കുകയും വേണമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്.